Hello everyone, welcome to Nafi the Educator. It's me, your Nafi. Yes, എല്ലാവർക്കും മക്കളെ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഇപ്പോൾ 10ാം ക്ലാസ്സിലേക്ക് എത്തിയിട്ടുള്ള കുട്ടികൾക്കുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് 10ാം ക്ലാസ് മുഴുവൻ അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റും. 2026 മാർച്ചിൽ നിങ്ങൾ SSLC പബ്ലിക് എക്സാം എഴുതാൻ പോകുമ്പോൾ ആ എക്സാം നിങ്ങൾക്ക് അടിപൊളിയാക്കി എഴുതാൻ പറ്റും. അതിനുശേഷം നിങ്ങൾ റിസൾട്ട് വെയിറ്റ് ചെയ്യുമ്പോൾ ആ റിസൾട്ട് വരുന്ന അന്ന് നിങ്ങൾക്ക് ഹാപ്പി ആയിട്ട് റിസൾട്ടിന് വെയിറ്റ് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു കാര്യങ്ങൾ കൂടുതൽ അറിയാനായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പിന്നെ പ്രധാനപ്പെട്ട 2 ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. ഒന്ന് എൻ്റെ വാട്സപ്പ് ചാനൽ ലിങ്കാണ്. അപ്പോൾ ഞാൻ എൻ്റെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ വാട്സപ്പ് ചാനലിലൂടെ അറിയിക്കും. വാട്സപ്പ് ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ പരിചയത്തിൽ ഇപ്പോൾ 10ാം ക്ലാസ്സിൻ്റെ റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നത് നമുക്കറിയാം. നിങ്ങളുടെ തൊട്ട് സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് മെയ് 9ാം തീയതിയാണ് അവരുടെ റിസൾട്ട് വരുന്നത്. ആ ദിവസങ്ങളിൽ റിസൾട്ട് വരുന്ന കുട്ടികൾക്ക് ഇപ്പോൾ ഒരുപാട് സ്ട്രെസ്സും സ്ട്രെയിനൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ പരിചയത്തിലോ നിങ്ങളുടെ കസിൻസിലോ നിങ്ങളുടെ കുടുംബക്കാരിലോ അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിലൊക്കെ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ അവരോടൊന്ന് ചോദിച്ചു നോക്കുക. ഇപ്പോൾ 10ാം ക്ലാസ് റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന ആളുകളോടൊന്ന് ചോദിച്ചു നോക്കുക, എന്താണ് ഇപ്പോഴത്തെ നിങ്ങളുടെ മാനസികാവസ്ഥ. അപ്പോൾ പൊതുവേ കൂടുതൽ പറയുന്ന കാര്യം എനിക്ക് ഭയങ്കര സ്ട്രെസ്സാണ്, സ്ട്രെയിൻ ഉണ്ട്, ടെൻഷൻ ഉണ്ട്, എനിക്ക് റിസൾട്ട് ആലോചിച്ച് പേടിയാകുന്നു, എനിക്ക് എത്ര A+ കിട്ടുന്ന ആലോചിച്ച് പേടിയാകുന്നു, അങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസ് അവർ പറയും. ഞാൻ ഈ ഒരു മെസ്സേജുകൾ എനിക്കും ഒരുപാട് വന്നിട്ടുണ്ട്. പല കുട്ടികളും എന്നോട് മെസ്സേജ് ചോദിച്ചിട്ടുണ്ട്, സാർ എനിക്ക് ടെൻഷൻ ആകുന്നുണ്ട്, പേടിയാകുന്നുണ്ട്, എന്താ ഞാൻ ചെയ്യുക. അപ്പോൾ ഞാൻ എന്താണ് നിങ്ങൾക്ക് ടെൻഷൻ ആവുള്ള കാരണം? സാർ എനിക്ക് നല്ല റിസൾട്ട് കിട്ടുമെന്നുള്ള പേടിയുണ്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ പറയും. അപ്പോൾ ഞാൻ അവരോട് മറ്റൊരു ചോദ്യം ചോദിച്ചു, നീ എക്സാമിന് ഏത് സമയത്താണ് പഠിക്കാൻ തുടങ്ങി? അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ എക്സാമിന് 3 ദിവസം മുന്നേ. അല്ല, അവൾ പറയുന്നത് ആ എക്സാമിൻ്റെ സ്റ്റഡി ലീവിൽ ആ സമയത്ത് മാത്രമാണ് ഞാൻ പഠിച്ചതെന്ന് പറയും. അപ്പോൾ 2000 ജൂണിലാണ് നിങ്ങൾക്ക് സ്കൂൾ തുറക്കുക, മാർച്ചിലാണ് പബ്ലിക് എക്സാം വരിക. അത്രയും സമയം ഫ്രീ ഉണ്ടായിട്ടും ഇപ്പോൾ SSLC എക്സാം എഴുതി കഴിഞ്ഞ് റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന കുട്ടികളിൽ ഒരു 60% ആൾക്കാരും പഠിച്ചത് എപ്പോഴാണ് അറിയാം? എക്സാമിൻ്റെ സ്റ്റഡി ലീവിൽ മാത്രം. അങ്ങനെ സ്റ്റഡി ലീവിലായിട്ടുള്ള ആ സ്റ്റഡി ലീവിലുള്ള 2-3 ദിവസം പഠിച്ചാൽ മാത്രം നിങ്ങൾക്ക് ഫുൾ A+ നല്ല മാർക്ക് കിട്ടാൻ പോകുന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്താണ് പലരും പറഞ്ഞു, എനിക്ക് ഫിസിക്സ് ടഫായിരുന്നു, കെമിസ്ട്രി ടഫായിരുന്നു, ബയോളജി ടഫായിരുന്നു, ഇംഗ്ലീഷ് ടഫായിരുന്നു, ഹിന്ദി ടഫായിരുന്നു, പല കുട്ടികളും പറഞ്ഞു. എടാ, അവരുടെയൊക്കെ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്താ അറിയോ? അവർ ഈ സ്റ്റഡി ലീവിൽ മാത്രം പഠിച്ചു. അതായത് ജൂൺ മുതൽ സമയം ഉണ്ടായിട്ട് തുടക്കം മുതൽ പഠിക്കാതെ എല്ലാം അവസാനത്തേക്ക് മാറ്റി വെച്ചിട്ട് അവസാനം അവർക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. അങ്ങനെ എല്ലാം പഠിക്കാൻ പറ്റാതെ പോയി അവർ എക്സാം എഴുതി. അങ്ങനെ ആ റിസൾട്ട് ആലോചിച്ച് അവർ ടെൻഷൻ അടിക്കുക. അപ്പോൾ ആ ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിരുന്നു, ആ ഒരു ദുരനുഭവം നിങ്ങൾക്ക് ഒരിക്കലും ഉണ്ടായിരുന്നു. നിങ്ങളിപ്പോൾ 2026 മാർച്ചിൽ SSLCയുടെ പബ്ലിക് എക്സാം എഴുതാൻ പോകുന്ന ആളുകളാണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ജില്ലായിട്ട് സൂപ്പറായിട്ട് നിങ്ങൾക്ക് SSLC എക്സാം ഉഷാറാക്കി എഴുതണമെങ്കിൽ നിങ്ങൾ തുടക്കം മുതലേ പഠിക്കുക. ഡെയിലി പഠിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, ഡെയിലി പഠിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. നിങ്ങൾക്ക് ഡെയിലി പഠിക്കാൻ പറ്റുമെങ്കിൽ ഡെയിലി പഠിക്കുക. പക്ഷേ ആഴ്ചയിൽ ഒരു 4 ദിവസമെങ്കിൽ നിങ്ങൾ പഠിക്കാനായിട്ട് മാറ്റി വെക്കണം. ആഴ്ചയിൽ ഒരു 4 ദിവസമെങ്കിൽ നിങ്ങൾ പഠിക്കാനായിട്ട് മാറ്റി വെക്കണം. ആഴ്ചയിൽ ഒരു 4 ദിവസമെങ്കിലും നിങ്ങൾ പഠിക്കാനായിട്ട് മാറ്റി വെക്കണം. ആഴ്ചയിൽ 4 ദിവസം പഠിക്കാനായിട്ട് മാറ്റി വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് പബ്ലിക് എക്സാം കഴിഞ്ഞാൽ സ്വന്തമാക്കാൻ പറ്റുള്ളൂ. കാരണം നിങ്ങൾ സ്ഥിരമായിട്ട് പഠിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങളുടെ ബ്രെയിൻ അവിടെ ഇടയ്ക്കിടയ്ക്ക് വർക്ക് ചെയ്യും. അതിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യും? നിങ്ങളുടെ തലച്ചോറൊന്ന് ഉണർത്തിയെടുക്കാൻ പറ്റും. പിന്നെ കാര്യങ്ങൾ എന്നും പഠിച്ചെടുക്കുന്നതോട് കൂടി അത് കുറേയൊക്കെ അല്ലേ, പയ്യെ തിന്നാൽ പനയെ തിന്നാലൊരു ചൊല്ലുണ്ടല്ലേ. അപ്പോൾ നിങ്ങൾ തുടക്കം മുതലേ കുറച്ച് പഠിക്കുകയാണെങ്കിൽ എക്സാം സമയം ആകുമ്പോഴേക്കും നിങ്ങൾ ഓൾമോസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് തരും. പിന്നെ ജസ്റ്റ് അതൊന്ന് വായിച്ച് നോക്കി നിങ്ങളുടെ തലയിലേക്ക് എത്തും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി എന്താ? ദിവസവും പഠിക്കാൻ പറ്റുകയാണെങ്കിൽ അത് പഠിക്കുക. ഇനി അതല്ല, ആഴ്ചയിൽ 4 ദിവസമെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് മാറ്റി വെക്കുക. ഡെയിലി 2-3 മണിക്കൂർ പഠിച്ചാൽ മതി. ഒരുപാട് സമയം നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. ഡെയിലി 2-3 മണിക്കൂർ എന്ന് പഠിച്ചാൽ മതി. ആ ഡെയിലി 2-3 മണിക്കൂർ നിങ്ങൾ പഠനത്തിനായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, 2-3 മണിക്കൂർ നിങ്ങൾ പഠിക്കാനായിട്ട് മാറ്റി വെക്കുകയാണെങ്കിൽ, 2-3 മണിക്കൂർ നിങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ 2026 മാർച്ചിൽ SSLC പബ്ലിക് എക്സാമിന് നിങ്ങൾക്ക് മികച്ച മാർക്ക് കിട്ടും. ഇനി നിങ്ങളുടെ തൊട്ട് മുകളിലുള്ള സീനിയേഴ്സ് ചെയ്ത പോലെ എല്ലാം അവസാനത്തേക്ക് മാറ്റി വെക്കുകയാണ്, എല്ലാം ലാസ്റ്റിലേക്ക് മാറ്റി വെക്കുകയാണ്, എക്സാമിൻ്റെ സ്റ്റഡി ലീവിൽ മാത്രം പഠിക്കാനായിട്ട് നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ മക്കളെ, ഇപ്പം നിങ്ങളുടെ സീനിയേഴ്സ് ഫേസ് ചെയ്യുന്ന, ഇപ്പം നിങ്ങളുടെ സീനിയേഴ്സ് അനുഭവിക്കുന്ന നിങ്ങളുടെ കസിൻസിലൊക്കെ 10ാം ക്ലാസ് റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന ആളുകളുണ്ടാവില്ലേ, അവർക്ക് ഒരുപാട് സ്ട്രെസ്സിലൂടെയും സ്ട്രെയിനിലൂടെയും കടന്നു പോകുന്നുണ്ട്. ഏതൊരു മനുഷ്യന്മാർക്കും എന്തെങ്കിലും റിസൾട്ട് വരുമ്പോൾ ആ സമയത്ത് ചെറിയൊരു സ്ട്രെസ്സും സ്ട്രെയിനും ഉണ്ട്, അത് സ്വാഭാവികമാണ്. അപ്പോൾ എനിക്കൊക്കെ എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസിന് റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ചെറിയ സ്ട്രെസ്സും സ്ട്രെയിനും ഉണ്ടായിരുന്നു. നമുക്ക് ഏതൊരു റിസൾട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെറുതായി ടെൻഷൻ ഉണ്ടാവും. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഭയങ്കര ടെൻഷനാണ് ഫേസ് ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ അവർ പഠിക്കേണ്ട സമയത്ത് പ്രോപ്പറായി പഠിച്ചില്ല, ഇന്ന് റിസൾട്ട് സമയത്ത് അവർ എന്ത് ചെയ്യാണ്, അയ്യോ എന്ന് ആലോചിച്ച് നിൽക്കുകയാണ്. ആ ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങൾ തുടക്കം മുതലേ പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ബെസ്റ്റ് റിസൾട്ട്, നിങ്ങളെ തേടി വരും ബെസ്റ്റ് റിസൾട്ട്, നിങ്ങൾക്ക് കിട്ടും ഫുൾ A+. അപ്പോൾ തുടക്കം മുതലേ പഠിക്കാൻ തയ്യാറാവുക. നിങ്ങൾ നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ വില കണക്കാക്കേണ്ടത് നമ്മുടെ സമയത്തിനാണ്. ആ ടൈം നിങ്ങൾ നല്ല കാര്യങ്ങൾക്കായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് അത് സമയത്തിൻ്റെ പേരിലാവണം. നമ്മൾ നല്ല കാര്യങ്ങൾക്ക് നമ്മൾ സമയം ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ തേടി ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് വരും. അടിപൊളിയായിട്ട് പഠിക്കുക, ഉഷാറായി പഠിക്കുക.
ഇനി നിങ്ങൾക്ക് 10ാം ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തോ. ഈ ചാനൽ ഒന്ന് മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം ഫ്രണ്ട്സിലേക്ക് എന്ത് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ സീനിയേഴ്സിനുണ്ടായ പോലെ ടെൻഷനും സ്ട്രെസ്സും ഒന്നും നിങ്ങൾ തുടക്കം മുതലേ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് വരുന്ന സമയത്ത് ഉണ്ടാവില്ല. വളരെ ചെറിയ അളവിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. നന്നായി പഠിച്ചാൽ നിങ്ങളെ തേടി ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് വരും. ഓൾ ദി ബെസ്റ്റ്.